ദീപക് മലയമ്മ തയ്യാറാണ്. ദീപക്, ഇക്ബാൽ നേരത്തെ പറയുന്നുണ്ടായിരുന്നു കനത്ത ചൂടാണ്. ഇപ്പോൾ ചൂട് തുടങ്ങിയിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പ് ചൂട് എങ്ങനെയുണ്ട്? പോളിംഗ് സ്റ്റേഷനുകളുടെ അവസ്ഥ എന്താണ്? പിന്നിൽ വെരി ഗുഡ് മോർണിംഗ്. ഞാൻ നിൽക്കുന്നത് ആലത്തൂരാണ്. ആലത്തൂർ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ 65-ാം ബൂത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അവിടെ 598 പുരുഷന്മാർ, 655 സ്ത്രീകളാകെ 1253 എന്നുള്ളതാണ് വോട്ടർമാരുടെ ഒരു എണ്ണം എന്ന് പറയുന്നത്. നമുക്ക് ഇനി ബൂത്തിൻ്റെ കാഴ്ചകളിലേക്ക് കൂടി ഒരു ഘട്ടത്തിൽ പോകാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ മോക്ക് പോളിംഗിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ, അതിൻ്റെ അവസാനവട്ട കാര്യങ്ങളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ചൂടെന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് ചൂടും അതുപോലെ തന്നെ അന്തരീക്ഷത്തിൻ്റെ ചൂടും അത്രത്തോളം വലിയ തരത്തിലുള്ള ഒരു ഇടമാണ് ആലത്തൂർ എന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഇപ്പോൾ രാവിലെ ഏതാണ്ട് സമയം 5:45 ഉള്ളൂ. പക്ഷേ വേർത്തൊലിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടുത്തെ ഒരു അന്തരീക്ഷത്തിൽ അങ്ങനെ ഒരു വിങ്ങൽ പൊതുവേ ഉണ്ട്. അത് തെരഞ്ഞെടുപ്പിൻ്റെ വിങ്ങലായി മാറുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ LDFനെ സംബന്ധിച്ച് അവർക്ക് കൈവിട്ടു പോയ ഒരു മണ്ഡലം, ആ മണ്ഡലം തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി സംസ്ഥാനത്തെ ഒരു മന്ത്രിയെ, പ്രത്യേകിച്ച് ഒരു ക്ലീൻ ഇമേജുള്ള ഒരു കാൻഡിഡേറ്റിനെ തന്നെ ഇറക്കിക്കൊണ്ടാണ് ഇത്തവണ LDF മണ്ഡലം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്നത്. അതേസമയം തന്നെ സിറ്റിംഗ് സീറ്റ് കഴിഞ്ഞ തവണ അട്ടിമറിയിലൂടെ നേടിയതാണ് UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്. അവരെ സംബന്ധിച്ച് അത് നിലനിർത്തുക എന്നുള്ള ലക്ഷ്യമുണ്ട്. ഒരു വീറുറ്റ പോരാട്ടം ആ കണക്കിന് ആലത്തൂരിൽ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ് 80.40 ഏതാണ്ട് പോളിംഗ് ശതമാനം വന്നിരിക്കുന്ന ഒരു മണ്ഡലമാണ്. ആ തരത്തിൽ ഇത്തവണ പോളിംഗ് ഉണ്ടാകുമോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ഇന്ന് രാവിലെ തന്നെ ഈ ആളുകൾ കൂടുതലായി എത്തി വോട്ട് രേഖപ്പെടുത്താനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് LDF ആ അർത്ഥത്തിൽ എണ്ണയിട്ട യന്ത്രം കണക്കിന് ആദ്യ ഘട്ടത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട്. അതേസമയം തന്നെ UDF ആദ്യം സംഘടനാപരമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും പിന്നീട് അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുന്നത് കണ്ടു. ആ അർത്ഥത്തിൽ ഒരു സെക്കൻഡ് ലാപ്പിലേക്ക് ഒക്കെ എത്തുമ്പോൾ കൃത്യമായ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന കണക്കിലേക്ക് കാര്യങ്ങൾ മാറ്റാൻ അവരെ സംബന്ധിച്ച് സാധിക്കുകയും ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. മോക്ക് പോളിംഗിൻ്റെ നടപടിക്രമങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ മണ്ഡലത്തെ സംബന്ധിച്ച് രണ്ട് കക്ഷികളെ ആയാലും അവരെ സംബന്ധിച്ച് മണ്ഡലം നിലനിർത്തുക, മണ്ഡലം പിടിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമാണ് അവശേഷിക്കുന്നത്. NDA സ്ഥാനാർത്ഥി നേരത്തെ BDJSന്റെ കൈവശമുണ്ടായിരുന്ന സീറ്റ് ഇത്തവണ BJP തന്നെ ഏറ്റെടുത്ത് അവിടേക്ക് TN സരസു എന്ന കാൻഡിഡേറ്റിനെ കൊണ്ടുവരുന്നു. അവിടെ പ്രധാനമന്ത്രി അടക്കം അവർ ഫോണിൽ വിളിച്ച് ഇടപെടൽ നടത്തിക്കൊണ്ട് ആ അർത്ഥത്തിൽ വലിയ തരത്തിൽ വീണ്ടും ചർച്ചയാകുന്നതിലേക്ക് NDA കാര്യങ്ങളെ എത്തിക്കുന്നു. അങ്ങനെ ഒരു വോട്ട് ഷെയർ അത് ഉയർത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ NDA വെച്ച് പുലർത്തുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇത്തവണത്തെ ഒരു വിധി അത് എങ്ങനെയായിരിക്കുമെന്നുള്ളത് വളരെ ആകാംക്ഷയോടുകൂടിയാണ്. മറ്റ് മണ്ഡലങ്ങളെയൊക്കെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന കണക്കിലേക്ക് ഈ ആലത്തൂരിൻ്റെ ഗതി കൂടി ഇത്തവണ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ മോക്ക് പോളിംഗിൻ്റെ നടപടിക്രമങ്ങൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. 50 പോളുകളാണ് ഇങ്ങനെ നടത്തുക. അത് കഴിയുന്നതോടുകൂടി 7 മണിക്ക് കൃത്യമായി വോട്ടർമാർക്ക് എത്തി വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ എന്നുള്ള നിലയ്ക്കാണ് നടപടികൾ പുരോഗമിക്കുകയും ചെയ്തത്. നേരത്തെ തന്നെ ഈ ആലത്തൂർ മണ്ഡലത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങൾ കൂടിയാണ് എന്നുള്ള പ്രത്യേകതയുണ്ട്. കർഷകരുടെ പ്രശ്നങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ എന്ത് നിലപാടുകൾ മുന്നണികൾ എടുത്തു എന്നുള്ളതൊക്കെ വലിയ തരത്തിൽ ചർച്ചയായിരിക്കുന്ന ഒരു മണ്ഡലമാണ്. ഒപ്പം തന്നെ ഈ സ്ഥാനാർത്ഥികളുടെ വ്യക്തിപ്രഭാവം അടക്കം ഓരോ ഘട്ടത്തിലും മാറ്റുരച്ചു നോക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ K. രാധാകൃഷ്ണൻ എന്ന് പറയുന്ന പലതവണ മന്ത്രിയായിട്ടുള്ള സ്പീക്കർ, ഒപ്പം തന്നെ സംഘടനാ സംവിധാനത്തിൻ്റെ ഭാഗമായി അത്രത്തോളം ക്ലീൻ ഇമേജുള്ള ഒരു വ്യക്തിയെ ഈ ഒരു മണ്ഡലത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും തന്നെ LDF പ്രതീക്ഷിക്കുന്നില്ല. അതേസമയം തന്നെ രമ്യ ഹരിദാസ് ആദ്യഘട്ടത്തിൽ മുതൽ ഈ മണ്ഡലത്തിലേക്ക് എത്തിയ 2019 മുതൽ ഇങ്ങോട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു ഇമേജ് ഉണ്ട്. അത് ആളുകളുമായി ഏറ്റവും എളുപ്പത്തിൽ അടുക്കാൻ കഴിയും എന്നുള്ള അർത്ഥത്തിലുള്ള ഒരു ഇമേജ്. ആ ഇമേജ് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് UDF ഇത്തവണയും മണ്ഡലം പിടിക്കാനുള്ള അല്ലെങ്കിൽ നിലനിർത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ എങ്ങനെയാണ് വോട്ടർമാർ കാണുന്നത്? ഈ മണ്ഡലത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, ആ വിഷയത്തിൽ അത്ര കണ്ട് പ്രവർത്തനങ്ങൾ ഉണ്ടായോ ഇല്ലയോ എന്നൊക്കെ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അത്തരം കാര്യങ്ങളാണ് എന്തായാലും വോട്ടർമാർ കാണുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും സന്തോഷം എന്താണെന്ന് വെച്ചാൽ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഉത്സവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്ര ബൂത്തുകളാണ്, എത്ര ഉദ്യോഗസ്ഥരാണ്, അങ്ങനെ ഒരു പിഴവുമില്ലാതെ ഈ പ്രക്രിയ, തെരഞ്ഞെടുപ്പ് പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. 25,231 ബൂത്തുകളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. അവിടെ എല്ലായിടത്തും ഇപ്പോൾ ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ മോക്ക് പോളിംഗ് നടത്തുകയാണ്, പ്രശ്നങ്ങളില്ലെന്ന് ഉറപ്പുവരുത്തുകയാണ്. 7 മണിയോടുകൂടി കേരളം വിധി എഴുതാൻ പോവുകയാണ്. ബിനിൽ, എല്ലായിടത്തും സജ്ജമാണ്.